ദിലീപിൻ്റെ കേസിലെ വിക്ടിം അതിജീവിത വൈകാര്യമായ ഒരു കുറിപ്പിട്ടിരിക്കുന്നു. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. കാരണം ആ കേസിലെ ഗൂഢാലോചന നടത്തിയെന്ന് കുറ്റച്ചാർജ് പറഞ്ഞിരിക്കുന്ന പ്രതിയായ ദിലീപിനെ കോടതി വെറുതെ വിട്ടു. 1 മുതൽ 6 പ്രതികളെ കോടതി 20 വർഷത്തെ മിനിമം ശിക്ഷ കൊടുത്തു വിട്ടു. കേരളത്തിലെ ജനങ്ങളും പ്രത്യേകിച്ച് സ്ത്രീകൾ വളരെയധികം ഈ കോടതിയുടെ വിധിയെ അവർ അപലപിച്ച് സംസാരിക്കുന്നു. അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞു. അവരെ പീഡിപ്പിച്ചതിന് ശേഷം 2017 ശേഷം 8 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അവർക്കൊരു മനോവേദനയുണ്ടായി. കാരണം 2ാം പ്രതി മാർട്ടിൻ അവരെ പീഡിപ്പിക്കുന്ന ഋഷു ഉൾപ്പെടെ ഇതിനൊരു പുതിയ കഥയുണ്ടാക്കി. അത് ഇവരുടെ അതിജീവിതരുടെ ഭാഗത്തുള്ള തെറ്റാണ്. അവരുടെ ഒരു ബാഗിനകത്ത് അവർ കടത്താനായിട്ട് അതിനകത്തുള്ള കള്ളപ്പണം കൊണ്ടുപോകാനുള്ള ശ്രമത്തിൻ്റെ ഇടയിലാണ് ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം അല്ല ഉണ്ടായത്, മറ്റൊരു സംഭവമാണ് എന്നുള്ളൊരു വീഡിയോ മാർട്ടിൻ എന്ന അവരുടെ ഡ്രൈവർ 2ാം പ്രതി അത് വളരെ അധികം പ്രചരിപ്പിച്ചു. ഇവർക്ക് മനോവേദനയുണ്ടായി. വീണ്ടും അവരെ പീഡിപ്പിക്കുകയാണ്. അതുകൊണ്ട് തനിക്കുണ്ടായ അബദ്ധം ആണ് എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്ന് ഞാൻ കരുതുന്നത്. ആ രീതിയിലൊരു പോസ്റ്റാണ് അവരിട്ടിരിക്കുന്നത്. 4 കാര്യങ്ങളാണ് അതിനകത്ത് വ്യക്തമായി അതിജീവിത പറയുന്നത്. എനിക്കെതിരായി അക്രമം ഉണ്ടായപ്പോൾ തന്നെ ഞാൻ പോലീസിൽ പരാതിപ്പെട്ടത് അത് എൻ്റെ ഭാഗത്തുള്ളൊരു വീഴ്ച, ഒരു പിഴ ആണ് എന്നാണ് അവർ പറയുന്നത്. അത് പോലീസിൽ പരാതിപ്പെടാൻ പാടില്ലായിരുന്നു എന്നാണ് അവരിപ്പം പറയുന്നത്. 2ാമത്തെ കാര്യം, നിയമ നടപടികൾ വേണമെന്ന് ആവശ്യപ്പെട്ട് താൻ മുന്നോട്ട് പോയത് ശരിയായില്ല, പോകാൻ പാടില്ലായിരുന്നു. നിയമപരമായി 2017 പോയതായിരുന്നു ഏറ്റവും വലിയ അപകടം. 3ാമത്തെ കാര്യം, ഫേസ്ബുക്കിൽ അവർ പറയുന്നത് അന്ന് സംഭവിച്ചത് അതെല്ലാം തൻ്റെ വിധിയാണ് എന്ന് കരുതി അത് അങ്ങ് അനുഭവിച്ച് തീർത്ത് അതുമായിട്ട് ദുഃഖിച്ച് അതുമായിട്ട് ജീവിതമായിട്ട് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു. അന്ന് സംഭവിച്ച കാര്യം ആരോടും പറയരുതായിരുന്നു. അതായിരുന്നു ചെയ്യേണ്ടത് 3ാമതായിട്ട്. 4ാമതായിട്ട്, ഈ വീഡിയോ കാണാത്തവർ ഇവരെ പീഡിപ്പിക്കുന്നത് അങ്ങനെയുള്ള വീഡിയോ അത് ഇപ്പോഴ് മാർട്ടിൻ ഉൾപ്പെടെയുള്ളവർ കാണിക്കുമ്പം അത് കാണുന്നവർ ഇവരോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ 2017 പരാതിപ്പെട്ടില്ല എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ, ആത്മഹത്യ. ഈ 4 കാര്യങ്ങളാണ് അവരുടെ ഫേസ്ബുക്കിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ രത്നച്ചുരുക്കം. മലയാളി മനസ്സിനേറ്റ ഒരു അടി തന്നെയാണ് അവരുടെ 4 വാക്കുകൾ. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഞാൻ ഇരയല്ല, ഞാൻ അതിജീവിതയുമല്ല, ഒരു സാധാരണ മനുഷ്യ സ്ത്രീയാണ്. സാധാരണ മനുഷ്യ സ്ത്രീകൾക്കൊക്കെ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ അത് നിയമ നടപടിയായിട്ട് പോകാതെ അഭിമാനം ഓർത്ത്, അന്തസ്സോർത്ത് അവർ ഇതുപോലെയുള്ള പീഡനങ്ങൾ തുടർച്ചയായിട്ട് പിന്നെ ഉണ്ടാകുമെന്ന് അറിയാവുന്നവർ ആരും അതൊരു പരാതിപ്പെടാനും പോവില്ല, ആരെ അറിയിക്കാനും പോവില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അങ്ങനെ ഉണ്ടായില്ല എന്ന് പറഞ്ഞു വരുത്തും. കാരണം ആത്മാഭിമാനം ഉള്ളവർക്ക് പറ്റിയതല്ല പോലീസിൽ പരാതിപ്പെടുന്നത്. കാരണം അതുകൊണ്ട് അവർ 8 വർഷത്തിന് ശേഷം അവരെ വീണ്ടും പീഡിപ്പിക്കുന്നതാണ് മലയാളികൾ കാണുന്നത്. എത്ര ഹൃദയഭേദകമായ ഒരു രോദനമാണ് അവരുടെ. ആ സ്ത്രീ ധൈര്യസമേതം ഇപ്പോഴും സമൂഹത്തിൽ സിനിമാ രംഗത്ത് പിടിച്ചു നിൽക്കുന്നല്ലോ, അത് തന്നെ അത്ഭുതപ്പെടുത്തുന്നു. കാരണം അവരനുഭവിച്ച ആ വേദന, അവരുടെ ആ ജഡ്ജ്മെൻറ്റിലെ അവരുടെ മൊഴിയുണ്ട്, എന്താണ് സംഭവിച്ചതെന്ന് ആ മൊഴിക്കകത്തുണ്ട്. അതൊന്നും നമുക്ക് ഇതുപോലെയുള്ള
ഓഡിയോ വീഡിയോയിലൊന്നും അല്ലെങ്കിൽ ചാനലിലൊന്നും പറയാൻ പാടില്ല, പറയാൻ കഴിയില്ല. ആ സ്ത്രീ അനുഭവിച്ച വേദന, ഒന്നാം പ്രതിയിൽ നിന്നും മറ്റൊരും അവരെ സെക്ഷുവലായിട്ട് അസാൾട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് അതിനകത്ത് കോടതിയുടെ മുമ്പിൽ വിവരിച്ചിട്ടുണ്ട്. ഹൃദയമുള്ളവർ ആർക്കും അത് കേൾക്കാൻ കഴിയില്ല. അത് കോടതിയെ വിവരിച്ചു കഴിഞ്ഞപ്പോൾ അവരെ തടസ്സപ്പെടുത്തുകയും അവർക്കെതിരായിട്ട് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ചത് പല വക്കീലന്മാരുമുണ്ട്. ഇത്രയും ഹൃദയഭേദകമായ ഒരു സംഭവം കോടതിയിൽ വിവരിച്ചിരിക്കുന്നത് അത് കേട്ടവർ തീർച്ചയായിട്ടും മനുഷ്യത്വമുള്ളവരാലും എല്ലാവരും തലകുനിച്ചിരിക്കും. ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ പറ്റുമോ? ഒരു കുറ്റവുമില്ല, അവർക്ക് ആരോടും ഒരു പകയില്ല, ആരുടെയും ആളെ അവരെ അവഹേളിച്ചതിന് പകരം തീർത്തതുമല്ല. പക്ഷേ അവരെ ജീവിതത്തിൽ കണ്ട ഒരു സത്യം പറഞ്ഞപ്പോൾ, മഞ്ജു വാര്യരോട് പറഞ്ഞപ്പം അതിന് ലഭിച്ച തിക്തഫലമാണ്. 2017 ആ സംഭവം. അതിനുശേഷം 8 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പം വിധി വന്നിട്ട് അന്ന് പറഞ്ഞ തൻ്റെ അനുഭവിച്ച ആ വേദനകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, മരണത്തെ മുഖാമുഖം കണ്ട വിവരങ്ങൾ അത് പറയരുതായിരുന്നു എന്നാണ് അവരിപ്പം ഫേസ്ബുക്കിൽ കുറിച്ചത്. കാരണം പറഞ്ഞതുകൊണ്ടാണ് രണ്ടാമത്തെ അപമാനവും തനിക്കുണ്ടായത്. അതൊരിക്കലും ജീവിതത്തിൽ ഒരു കേസെടുക്കത്തക്ക രീതിയിൽ മുന്നോട്ട് പോകാൻ പാടില്ല എന്നാണ് അവർ ഫേസ്ബുക്കിൽ. സമാന രീതിയിൽ അനുഭവിക്കുന്നവർക്ക് പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെളിയിൽ പറയാതെ അത് ഒതുക്കം ചെയ്ത് ജീവിക്കുന്ന ധാരാളം ആൾക്കാർ, സ്ത്രീകളും മലയാളക്കരയിലുണ്ട്. അവർക്കൊക്കെ പലർക്കും മാനവും അഭിമാനമൊക്കെ ഇപ്പോഴും അവർ കാത്തു സൂക്ഷിക്കുന്നു. വെളിയിലോട്ട് പറഞ്ഞില്ല, ആരെ കൺവേ ചെയ്തില്ല, പോലീസിനെ അറിയിച്ചില്ല, കേസെടുത്തില്ല, ഇൻവെസ്റ്റിഗേഷൻ നടത്തിയില്ല, കോടതിയിൽ കുറ്റച്ചാർജ് കൊടുത്തിട്ടില്ല. കോടതിയിൽ ഇതുപോലെയുള്ള അനുഭവം കുറ്റച്ചാർജ് കൊടുത്തുകൊണ്ടല്ലേ ഉണ്ടായത്. ഇതൊക്കെ തന്നെയാണ് ആ നടിയുടെ അവരുടെ ഫേസ്ബുക്കിനകത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് അവർ പറഞ്ഞത്. നീതി അവർക്ക് ലഭിച്ചിട്ടില്ല, നീതി ലഭിക്കത്തില്ല എന്ന് അവർക്ക് ഇപ്പം മനസ്സിലായി. കാരണം ഈ ഒരു സംഭവം പുറത്തു പറയാതിരുന്നാൽ ഇപ്പോൾ രണ്ടാമതും അവരുടെ മാനം പോകില്ലായിരുന്നു എന്നുള്ള ഈ മാർട്ടിൻ്റെ ആ വീഡിയോ കണ്ടപ്പോൾ അവർക്ക് തോന്നിയത്. അതിനകത്തും അവരെ പീഡിപ്പിക്കുന്ന ദൃശ്യം ഉണ്ടായിരുന്നു. ഇവരാണ് കുറ്റക്കാരിയെന്നും ഇവരാണ് ഈ ക്രിമിനൽ ആക്ടിവിറ്റി എല്ലാം ചെയ്തതെന്നും അവർ ഏതോ കാര്യത്തിന് വേണ്ടി അവരെ രഹസ്യമായി അവരെ പണമിടപാടുകൾ നടത്താൻ പോയിടത്തുണ്ടായ കാര്യമാണത്തിന് കൗണ്ടറായിട്ട് ഇതുപോലൊരു മനഃപൂർവ്വം കേസെടുത്തു എന്ന രീതിയിലാണ് ആ മാർട്ടിൻ അത് പറഞ്ഞു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ കേസുകളെ സംബന്ധിക്കുന്ന ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകൾ അതൊരു ഗൂഢാലോചനയുടെ പുറത്താണ് എന്നുള്ള കാര്യത്തിൽ ആരാണ് ഈ എക്സിക്യൂഷൻ നടത്തിയത്, അവരും അവരുടെയുള്ള ആ കൊട്ടേഷൻ കൊടുത്ത ആൾക്കാരുടെ ഗൂഢാലോചനയ്ക്ക് തടയിടാൻ വേണ്ടി സൃഷ്ടിച്ച ഒരു വീഡിയോ തന്നെയാണ് ഇതെന്ന് മനസ്സിലാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ഹൈക്കോടതിയിൽ നിന്ന് നീതി ലഭിക്കും എന്നാണ് കരുതുന്നത്. അവർക്കിപ്പോൾ അതിനകത്ത് താല്പര്യമില്ലാത്ത രീതിയിലാണ്. കാരണം അതാശയായി അവർ ഒറ്റപ്പെട്ടു. എങ്കിലും വളരെയധികം ആൾക്കാർ അവരെ WCC പോലെയുള്ള പ്രവർത്തിക്കുന്ന വളരെയധികം ആൾക്കാർ അവർക്ക് പിന്തുണയുണ്ട്. കേരളത്തിലെ സ്ത്രീകളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ട്. നല്ലൊരു ഭാഗം മലയാളികളും അവർക്ക് സംഭവിച്ച ഇതിന് ആ പ്രതികളെ 6 പേരെ ശിക്ഷിച്ചെങ്കിലും 4 പേരെ വെറുതെ വിട്ടതിൽ ആത്മരോക്ഷമുണ്ട്. അത് ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും അതിനൊരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്.